ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ ആർക്കൊക്കെ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വേണം എന്നിവരെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ എന്ത് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. എന്നാൽ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളെല്ലാം കേരളത്തിൽ തന്നെ ആദ്യമായി നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം. നിങ്ങളുടെ ഓരോ ലൈക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്നത് പോലെ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. നമുക്കറിയാം നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഥവാ ഏതൊരു യൂണിവേഴ്സിറ്റിയിലോട്ടും ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ നീറ്റ് അഥവാ നിങ്ങൾക്ക് നമ്മുടെ CUT-യിലൂടെ ICAR-ലൂടെയും പോകും അല്ലേ. നമുക്ക് കേരളത്തിലാകുമ്പോൾ നീറ്റ് എഴുതിയിട്ട് കീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് CUT എഴുതിയിട്ട് ICAR-ലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോഴ്സുകളിലൂടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയും. മെയിൻലി 4 യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. 5ാമതായിട്ട് ഉള്ളത് പ്രൈവറ്റ് കോളേജാണ്, കുമരകത്താണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഹോർട്ടിക്കൾച്ചറും ഫിഷറീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഫിഷറീസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോളേജും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ 2 മോഡ്സിലൂടെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല മാർക്ക് എന്ത് ചെയ്യണം, വേണ്ടി വരും. പ്രത്യേകിച്ച് നീറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് വരാറില്ല. ഓൾമോസ്റ്റ് ഒരു 400 to 500 മാർക്കുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ കിട്ടാറുണ്ട്. ഈ വർഷം കുറച്ചും കൂടെ എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ CUT-യിലൂടെ ICAR വഴിയാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് ഇത്തിരി കൂടെ പേടിക്കണം. അവിടെ നിങ്ങൾക്ക് എന്താണ് ഇത്തിരി കൂടെ റാങ്ക് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 600 to 700 റാങ്ക് വന്നാൽ, ഓക്കെ മാർക്കല്ല ഞാൻ പറയുന്നത്, റാങ്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അത് നമ്മുടെ ഡൊമിസൈൽ റൂളൊക്കെ 40% റൂളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ വരുന്നത്. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു 400-450 മാർക്ക് മതിയെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഒരു 500-550 മാർക്ക് വേണ്ടി വരും. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കുറഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റ് KAU എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റ് വരും. അവിടെ വന്നതിന് ശേഷം അവിടെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, KAU എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും അല്ലേ. ഈ അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ടുള്ള ഇതുവരെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇതിലിപ്പോൾ വിളിച്ചിട്ടുള്ളത് BSc അഗ്രികൾച്ചറിനും വിളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ BSc ഹോർട്ടിക്കൾച്ചറിനും വിളിച്ചിട്ടുണ്ട്, പിന്നെ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഈ 3 എണ്ണത്തിനാണ് ഇതുവരെ അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത്. പിന്നെ BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോളജിയും മൈക്രോബയോളജിയൊക്കെ അത് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ അപ്ലൈ ചെയ്യാനും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. ഓൾസോ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ അഗ്രികൾച്ചറിന് എത്ര സീറ്റ് ഉണ്ട്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതേപോലെ തന്നെ നീറ്റിലൂടെ എത്ര സീറ്റാണ്, CUT-യിലൂടെ എത്ര സീറ്റാണ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇത് ഞാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. ഓക്കെ, നോട്ടിഫിക്കേഷനിൽ പോയി BSc അഗ്രികൾച്ചർ എടുത്തു കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു നോട്ടീസ് ഓപ്പൺ ആയി വരും. ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ അഡ്മിഷൻ ടു ദ ഫോളോയിങ് പ്രോഗ്രാംസ്
ഇൻ കോൺസ്റ്റൻസ് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാഡമിക് 25-26 എന്ത് ചെയ്യുന്നിരിക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ വിളിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൽ തന്നെ 3 കോളേജുകളിലോട്ടാണ് അഡ്മിഷൻ ഉള്ളത്. BSc അഗ്രികൾച്ചർ വിളിച്ചിരിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ കുമരകത്തുള്ള കോട്ടയത്തുള്ള ഈ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ വിളിച്ചിട്ടുള്ള അഗ്രികൾച്ചർ. ഹോർട്ടിക്കൾച്ചറിന് നമ്മുടെ തൃശ്ശൂരിലുള്ള ക്യാമ്പസിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ് തൃശ്ശൂരിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചറിന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് പിന്നീട് വിളിച്ചിട്ടുള്ളതും. അത് കേലപ്പാച്ചി, ഓക്കെ, മലപ്പുറത്താണ്, കേലപ്പാച്ചിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബിടെക് പ്രോഗ്രാമിന് വിളിച്ചിട്ടുള്ളത്. ഈ 3 കോഴ്സിനാണ് വിളിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് 4-ാം തീയതി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം 4-ാം തീയതിയാണ്, 30-ാം തീയതിയാണ് തീരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, 30-ാം തീയതി എന്ന് പറഞ്ഞ എൻ ടൈമും കൊടുത്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നാൽ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കീമിൻ്റെ റാങ്ക് വരണം, ICAR റാങ്ക് വരണം. ഇതൊക്കെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ICAR റാങ്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സീറ്റുടെ മാർക്ക് വെച്ചിട്ടായാലും നമുക്ക് എന്ത് ചെയ്യാം. ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ബോധറാവേണ്ട ആവശ്യമില്ല. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് കയറി ഒന്ന് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, ചെയ്തിട്ടിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ വേറെ ബ്രോദറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങളിപ്പോൾ കേട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരുടേതായിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത് അത് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും അവർ അഡ്മിഷന് വേണ്ടി നിങ്ങളെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അവർ ടോപ്പിൽ ഇത്ര പേർക്കായിരിക്കും ഈ സീറ്റ്സ് കൊടുക്കാം. ആ സീറ്റ്സിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ വിളിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഗവൺമെൻറ് സീറ്റ് അല്ല, ഇത് സെൽഫ് ഫിനാൻസിങ് സീറ്റാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന ഫീസിനെക്കാളും കുറച്ചുകൂടെ ഫീസ് കൂടുതലായിരിക്കും. പക്ഷേ കേരളത്തിൽ പഠിക്കണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം, അത് മാർക്ക് കുറഞ്ഞവരും മാത്രം എന്ത് ചെയ്യുക, ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം അതിനുശേഷം ഡേറ്റ് ഓഫ് അഡ്മിഷൻ പിന്നെ ക്ലാസ്സുകളുടെ ഇതും കാര്യങ്ങളെല്ലാം ഇവർ പിന്നീട് അറിയിക്കും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് 1000 റുപ്പീസാണ് ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ 500 രൂപ എന്താ ചെയ്താൽ മതി, ഫീസ് അടച്ചാൽ മതി. അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് 500 രൂപ അടച്ചാൽ മതി. ഈ ഫീസ് റീഫണ്ടബിൾ അല്ല. ഓക്കെ, ഇത് നോൺ റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ പറയുന്നത് കാര്യങ്ങൾ മോഡ് ഓഫ് പേയ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് അതിൽ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡ് വഴിയിട്ടോ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി ക്രെഡിറ്റ് കാർഡ് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പോകേണ്ട വെബ്സൈറ്റ് KAU എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ധാരാളം, അല്ലെങ്കിൽ www.admissions.ku.in എന്ന് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റിലോട്ട് തന്നെ എന്ത് ചെയ്യും വരും. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ തന്നെ JPG ഫോർമാറ്റിൽ നിങ്ങൾ എടുത്തു വെച്ചേക്കുക. ഓക്കെ, ഇതാ ഇവിടെ കാണുന്നത് പോലെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ഫോട്ടോ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഫീ അടയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫീ അടച്ചു എന്നതിന് തെളിവായിട്ടുള്ള പ്രിൻറ്റ്. ഓക്കെ, ഈ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വച്ചിരിക്കണം. പിന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ അഥവാ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഏജ് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് SSLC വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ SSLC +2 പാസ്സായിട്ടുണ്ടെന്ന് കാണിക്കാനുള്ള അതിൻ്റെ ആ ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, ഒറിജിനലിൻ്റെ ഫോട്ടോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ NCL OBC NCL ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ NCLയുടെ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചേക്കുക. സോ പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, അവരുടെ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നെ ഈ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് മാത്രം വയ്ക്കാതെ നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ കയ്യിൽ തന്നെ ഹാർഡ് കോപ്പിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ റിസർവേഷൻ കാര്യങ്ങൾ ആർക്കൊക്കെയാണ് എത്രയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിലുള്ള നമ്മുടെ ജനറൽ കോട്ടയിൽ ഓൾമോസ്റ്റ് 50% സീറ്റ് വരുന്നുണ്ട്. EWSന് 10% സീറ്റ് വരുന്നുണ്ട്. പിന്നെ അത് ബാക്ക്വേർഡ് ക്ലാസ്സുകളായിട്ടുള്ള BPLകാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ് വേറെ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റെ അണ്ടറിൽ, അതായത് ടോട്ടൽ എത്രയാണെന്ന് പറയുന്നില്ല. ഇപ്പം ഈഴവയ്ക്കും മുസ്ലിമിനും OB ഹിന്ദുസിനൊക്കെ ഓരോരോ എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈഴവയ്ക്ക് 9 സീറ്റ്, മുസ്ലിം കാറ്റഗറിക്ക് 8 സീറ്റ്, OB
ഹിന്ദുവിന് എന്ത് ചെയ്തിട്ടുണ്ട് 3 സീറ്റ്, ലാറ്റിൻ കാത്തലിക്കിന് എന്ത് ചെയ്തിട്ടുണ്ട് 3 സീറ്റ്, ധീവരക്ക് 2 സീറ്റ്. അങ്ങനെ ഓരോ ഇതിൻ്റെയും അണ്ടറിൽ വരുന്ന സീറ്റ്സുകളുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 30 സീറ്റ്സ് അവിടെ പോകുന്നുണ്ട്. SCക്ക് 8 സീറ്റും STക്ക് 2 സീറ്റും, അങ്ങനെ ടോട്ടൽ 100 സീറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ സീറ്റ്സുകളിലോട്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അഡ്മിഷൻ ലഭിക്കുക. പിന്നീട് CUT-യിലൂടെയും ICR-യിലൂടെയും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മീൻസ് എത്രമാത്രം സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്, CUT ICR തമ്മിലുള്ള എങ്ങനെയാണ് അവർ സീറ്റ് ഷെയർ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. CUT വഴി 20% സീറ്റ്സ് ആണ്. ആൻഡ് നീറ്റിലൂടെ കീം എഴുതുന്നവർക്കാണ് ബാക്കി 80% സീറ്റ്സ് പോകുന്നത്. നമ്മൾ കീമിൻ്റെ അഡ്മിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് വച്ചിരിക്കേണ്ട ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ കോപ്പി വയ്ക്കുക, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ SSLC കാര്യങ്ങൾ മതിയാവും. നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റ് വെച്ചേക്കുക. പിന്നെ മാർക്ക് ലിസ്റ്റ്, SSLCൻ്റെയും +2ൻ്റെയും മാർക്ക് ലിസ്റ്റ് വയ്ക്കാം. NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം, അത് വയ്ക്കുക. പിന്നെ EWS ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചേക്കാം. ഡിസേബിൾഡ് ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വയ്ക്കാം. പിന്നെ TC CC ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണെങ്കിൽ അവിടുത്തെ TC, അവിടുത്തെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഇത് 2 വയ്ക്കാം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും +2 കഴിയുമ്പോൾ അവർ തന്നിട്ടുണ്ടാകും, അതും വയ്ക്കുക. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അഥവാ നേറ്റിവിറ്റി, നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തെന്നാൽ CUT-യിലൂടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ICR-യിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇവിടെ നേറ്റിവിറ്റി എടുക്കുന്നതിനെക്കാളും നല്ലത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക എടുത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതൊക്കെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല. ഈ ജനറൽ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക ഈ PDF ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചറുടെ കാര്യത്തിൽ കയറി കഴിഞ്ഞാലും അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ, ദെൻ പ്രോസ്പെക്ടസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓരോ കോഴ്സിൻ്റെയും എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെയും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാൻ. കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പം കമൻറ്റ്സിൽ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതേ ഡൗട്ട്സ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും അതിന് റിയാക്ട് ചെയ്യും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ വീഡിയോസിന് പ്രിഫറൻസ് കൊടുക്കും. ആ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും ആദ്യം ചെയ്യും. ഓക്കെ, ഇത് ഒരു അപ്ഡേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഉടനെ ചെയ്തത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡേറ്റ് എന്ത് ചെയ്യും എക്സ്റ്റെൻഡ് ചെയ്യും. സോ നിങ്ങളിപ്പം ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സമയമുണ്ട്, സമയം എടുത്ത് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യുക നമ്മൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ പേഴ്സണലൈസ് കൗൺസിലിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലോട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ ഡൗട്ട്സുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതൊരു ബൈ ബൈ.